വ്യാപനം അതിതീവ്രമായ കേരളത്തിൽ നുണകളുടെ ഒരു കോട്ട തന്നെ കെട്ടിയാണ് LDF സർക്കാർ ഓരോ ദിവസവും പിന്നിടുന്നത്. കോവിഡിനെ പിടിച്ചുകെട്ടാൻ സർവ്വസജ്ജമാണെന്ന നുണ തുടക്കത്തിൽ തന്നെ പൊളിഞ്ഞു. സാമൂഹ്യ വ്യാപനത്തിന് കാരണം പ്രതിപക്ഷ സമരങ്ങളാണ് എന്നതായി അടുത്ത നുണ. എന്നാൽ സമരം ചെയ്യാത്ത CPM നേതാക്കളും മന്ത്രിമാരും കോവിഡ് ബാധിതരായപ്പോൾ അതും പൊളിഞ്ഞു. LDF സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിനെ ഇല്ലാത്ത അന്താരാഷ്ട്ര അവാർഡുകൾ കൊണ്ടും പെയ്ഡ് ന്യൂസുകൾ കൊണ്ടും പൊലിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു. ഈ സമയത്ത് രാഷ്ട്രീയം പറയരുതെന്ന് പറഞ്ഞവർ തന്നെ കോവിഡ് രോഗികളുടെ കണക്ക് പറയാനുള്ള വാർത്താ സമ്മേളനങ്ങളെ രാഷ്ട്രീയ പ്രസംഗത്തിനുള്ള വേദിയാക്കി. പ്രതിപക്ഷ ആരോപണങ്ങളെയെല്ലാം ശരിവെച്ച് സ്പ്രിംഗ്ലർ കരാറിൽ നിന്നും ഈ മൊബിലിറ്റി പദ്ധതിയിൽ നിന്നും സർക്കാർ പിൻവാങ്ങി. UDFനെതിരെ അന്ന് പറഞ്ഞ നുണകളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീണു. അഴിമതി കേസുകൾ ആരന്വേഷിച്ചാലും സ്വാഗതമെന്ന് പറഞ്ഞവർ അന്വേഷണ ഏജൻസികൾ അരമനയിൽ കയറിയതോടെ ഭാവം മാറ്റി. KT ജലീലിനെ ചോദ്യം ചെയ്തതോടെ സകല നിയന്ത്രണവും വിട്ടു. കുറ്റമൊക്കെ UDFന്റെ തലയിലിട്ട് രക്ഷപ്പെടാനായി ശ്രമം. തരാതരം വർഗീയ കാർഡ് എടുത്തു വീശാൻ മിടുക്കുള്ള CPM ലീഗിനെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അടുത്ത ശ്രമം നടത്തിയത്. അഴിമതി കൂമ്പാരങ്ങളിൽ അകപ്പെട്ട് ആടി ഉലഞ്ഞ സർക്കാരിനെതിരെ തെരുവുകൾ പ്രക്ഷുബ്ധമായതിന്റെ ജാള്യതയിൽ മനോനില തെറ്റിയ അവസ്ഥയായി പാർട്ടി സെക്രട്ടറിക്ക്. ലൈഫ് മിഷൻ അഴിമതിയിൽ മടിയിൽ കനമില്ലെന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് CBI അന്വേഷണം വേണ്ടെന്ന് പറയാനും മടിച്ചില്ല. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ മനുഷ്യത്വം എന്നാൽ എന്തെന്ന് കൂടി പഠിപ്പിക്കേണ്ട ഗതികേടിലാണ് സംസ്ഥാനം. സമാനതകളില്ലാത്ത ക്രൂരതയാണ് കൊണ്ടോട്ടിയിലെ ഷെറീഫിനും ഷഹലയ്ക്കും ആരോഗ്യ വകുപ്പിൽ നിന്ന് നേരിടേണ്ടി വന്നത്. 14 മണിക്കൂർ ചികിത്സ നിഷേധിക്കപ്പെട്ട് 2 നവജാത ശിശുക്കൾ മരണപ്പെട്ട വാർത്തയുടെ ഭീകരത ഇപ്പോഴും നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ ഭരിക്കുന്ന അജ്ഞതയുടെ ഭീകരത കൂടിയാണ്. ആറ്റുനോറ്റു കാത്തിരുന്ന കൺമണികളെ ആ ദമ്പതികൾക്ക് നഷ്ടമായി. അങ്ങനെയല്ല, ആ പിഞ്ചു കുഞ്ഞുങ്ങളെ പുകൾപെറ്റ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് കൊന്നുകളഞ്ഞു. നമ്പർ 1 കേരളത്തിൽ ശരീരമാസകലം പുഴുവരിച്ച നിലയിലാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി R. അനിൽകുമാർ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലെത്തിയത്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. കഴിഞ്ഞ 6 മാസക്കാലമായി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ അടിയന്തര ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കാത്തത് മൂലം മരണപ്പെട്ടവർ എത്ര പേരെന്ന് ഗവൺമെന്റിന് അറിയുമോ? ഹൃദ്രോഗം, കിഡ്നി, ക്യാൻസർ ഉൾപ്പെടെ ശരിയായ ചികിത്സ കിട്ടാതെ ആളുകൾ മരിച്ചതിന്റെ കണക്ക് സർക്കാരിന്റെ കയ്യിലുണ്ടോ? കോവിഡിന്റെ പേരിൽ ഇനിയും എത്ര പേരെയാണ് നിങ്ങൾ മരണത്തിലേക്ക് എറിയാൻ പോകുന്നത്? 100 ദിവസം കൊണ്ട് 50,000 പേർക്ക് തൊഴിൽ നൽകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം. 4.5 കൊല്ലം കൊണ്ട്, അതായത് 1642 ദിവസം കൊണ്ട് സംഭവിക്കാത്ത അത്ഭുതമാണ് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ 100 ദിവസം കൊണ്ട് സംഭവിക്കാൻ പോകുന്നതത്രേ. റീബിൽഡ് കേരള എന്ന നടക്കാത്ത പദ്ധതി പോലെ നാട്ടിലേക്ക് മടങ്ങിയ എല്ലാ പ്രവാസികൾക്കും 5000 രൂപ എന്ന മോഹന വാഗ്ദാനം പോലെ ഇനിയും എത്ര കാലം നുണ പറഞ്ഞു പിടിച്ചു നിൽക്കും? ഇങ്ങനെ അതിതീവ്രമായ ഒട്ടനേകം നുണകളുടെ പുറത്താണ് ഈ സർക്കാർ സിംഹാസനം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതങ്ങനെ അധികകാലം ഉറച്ചു നിൽക്കാൻ പോകുന്നില്ല.